കോട്ടയം വിലങ്ങുപാറയിലാണ് മീനച്ചിലാറ്റിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികളെ കാണാതായത്. 4-അംഗ സംഘത്തിലെ 2 പേരാണ് ഇവർ. ഭരണങ്ങാനത്ത് ജർമ്മൻ ഭാഷ പഠിക്കാൻ എത്തിയവരാണ് ഈ ദുരന്തത്തിൽപ്പെട്ടത്. ടോബി ജോൺസൺ ഉണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന്. ടോബി, ഇവരെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ടോബി, ഉന്മേഷ്, തിരച്ചിൽ തുടരുകയാണ്. ഏകദേശം 4 മണിയോടുകൂടിയാണ് 4 പേരടങ്ങുന്ന വിദ്യാർത്ഥികളുടെ സംഘം ഈ വിലങ്ങുപാറ പാലത്തിന് താഴെയായി ഭരണങ്ങാനത്ത് കുളിക്കാൻ വേണ്ടി എത്തിയത്. അതിൽ 3 പേർ വെള്ളത്തിലിറങ്ങി, ഒരാൾ തിരിച്ചു കയറി, മറ്റൊരാൾ പുഴയിൽ ഇറങ്ങിയില്ല. പക്ഷേ ഈ കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാലുവഴുതി ഇവർ ബാക്കി 2 പേരും ഒഴുക്കിൽപ്പെട്ട് പോവുകയായിരുന്നു എന്നാണ് നമുക്ക് ആ പ്രദേശത്ത് നിന്നും അറിയാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ നന്മക്കൂട്ടം പോലെയുള്ള സംഘങ്ങളും ഇവിടെ എത്തി വിശദമായിട്ടുള്ള പരിശോധന, ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരടക്കം ഇവിടെ എത്തി പരിശോധന ആരംഭിച്ചു. പക്ഷേ ഇതുവരെ ഈ 2 പേരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും തിരച്ചിൽ തുടരുകയാണ്. കൂടുതൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ തെരച്ചിൽ നിർത്താനുള്ള സാധ്യതയുണ്ട്. ഒഴുക്കിൽപ്പെട്ട് ദൂരേക്ക് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് നിലവിലുള്ളത്. ജർമ്മൻ ഭാഷ പഠിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്തിയതാണ് അവധിക്കാലത്ത് ഈ കുട്ടികൾ. അതിനിടയിലാണ് ഇങ്ങനെ കുളിക്കാനിറങ്ങി ഈ അപകടത്തിൽപ്പെടുന്നത്. എന്തായാലും തിരച്ചിൽ തുടരുകയാണ്. ഉന്മേഷ്, ടോബി ജോൺസണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ കോട്ടയത്ത് നിന്ന്.